മാറിമറിഞ്ഞ SIT അറസ്റ്റ് റിപ്പോർട്ടിലും ഹൈക്കോടതിയിൽ മുൻപ് സമർപ്പിച്ച റിപ്പോർട്ടിലും വ്യത്യസ്ത നിലപാടുകൾ, ചർച്ചകളും ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കണ്ഠരര് രാജീവരരുടെ പങ്ക് സംബന്ധിച്ച് നൽകിയ അറസ്റ്റ് റിപ്പോർട്ടിലും ഹൈക്കോടതിയിൽ മുൻപ് സമർപ്പിച്ച റിപ്പോർട്ടിലും SIT സ്വീകരിച്ചത് വ്യത്യസ്ത നിലപാടുകൾ. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ എതിർത്ത SIT ഏതാനും ദിവസം മുൻപ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. കട്ടിളപ്പാളികൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ അനുമതി നൽകിയ ദേവസ്വം ബോർഡ് ഉത്തരവിലും വാസു അടക്കമുള്ളവരുടെ കത്തിലും പാളികളിൽ സ്വർണം പൂശാനുള്ള തന്ത്രിയുടെ, അതായത് കണ്ഠരര് രാജീവരുടെ അപേക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ തന്ത്രിയുടെ അഭിപ്രായം തേടിയില്ലെന്നും ആചാരപരമായ അനുജ്ഞ വാങ്ങിയിരുന്നില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമാണ്. പാളിയുടെ അറ്റകുറ്റപ്പണി തന്ത്രിയുടെ അപേക്ഷ അനുസരിച്ചായിരുന്നെന്ന പത്മകുമാറിന്റെ വാദം അടിസ്ഥാനമുള്ളതല്ല. ഇതിന് നേർവിരുദ്ധമായി രാജീവർക്ക് ഗൂഢാലോചനയിൽ തന്നെ പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് SIT റിപ്പോർട്ട് നൽകിയത്. അതേസമയം കുടുക്കിയതാണോ എന്ന ചോദ്യത്തിൽ പ്രതികരിച്ച് തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ജയിലിൽ. കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്ത തന്ത്രിയെ രാത്രി വൈകി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചു. 14 ദിവസത്തേക്കാണ് തന്ത്രിയെ റിമാൻഡ് ചെയ്തത്. ജയിലിൽ എത്തിച്ചപ്പോഴും തന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. താൻ നിരപരാധിയാണെന്നായിരുന്നു രാജീവരുടെ പ്രതികരണം. കുടുക്കിയതാണോ എന്ന ചോദ്യത്തിന് ഉറപ്പൊന്നും തന്ത്രി മറുപടി നൽകി. നടപടികൾക്ക് ശേഷം തന്ത്രിയെ ജയിലിലേക്ക് മാറ്റി. അതേസമയം കേസിൽ തന്ത്രി രാജീവര് കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ജാമ്യാപേക്ഷ 13-ന് പരിഗണിക്കും. രാത്രിയോടെയാണ് കൊട്ടാരക്കരയിലെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിതിന് മുൻപാകെ തന്ത്രിയെ SIT ഹാജരാക്കിയത്. ജഡ്ജിയുടെ ക്വാർട്ടേഴ്സിലാണ് തന്ത്രി രാജീവരെ എത്തിച്ചത്. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു. രാവിലെയാണ് തന്ത്രിയെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കസ്റ്റഡിയിലെടുത്തത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഉച്ചയ്ക്ക് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് വൈകിട്ടോടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി. അതിനുശേഷമാണ് കൊല്ലത്തേക്ക് കൊണ്ടുപോയത്. കോടതി നടപടികൾ പൂർത്തിയാക്കി രാത്രിയോടെ കൊല്ലത്ത് നിന്നും തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ഗൂഢാലോചനയിൽ പങ്കാളിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ എതിർത്ത SIT ജാമ്യം നൽകിയാൽ ആത്മീയ പരിവേഷവും സ്വാധീനവും ഉപയോഗിച്ച് തെളിവ് നശിപ്പിക്കാൻ ഇടയുണ്ടെന്നും കോടതിയിൽ വാദിച്ചു. ഇതോടെയാണ് തന്ത്രിക്ക് ജാമ്യം നൽകാതെ റിമാൻഡ് ചെയ്തത്. തന്ത്രി ഭക്തർക്കിടയിലും സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാളെന്ന് SIT ചൂണ്ടിക്കാട്ടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം. സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണം വേണം. ശബരിമലയിലെ സ്വത്തുക്കൾ തന്ത്രി അപഹരിച്ചു. ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തിയ തന്ത്രിക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും SIT വാദിച്ചു. പ്രതികളുടെ കൂട്ടുത്തരവാദിത്വത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് SIT ആവശ്യപ്പെട്ടു. തന്ത്രി ആചാര ലംഘനം നടത്തി ഗൂഢാലോചനയിൽ പങ്കാളിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് നിർദ്ദേശപ്രകാരം സ്വർണ്ണപ്പാളികൾ നൽകിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല. ഇതിന് മൗന അനുവാദം കൊടുത്തു. ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രി ക്ഷേത്ര ചൈതന്യം കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണെന്നും SITയുടെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. ECIR രജിസ്റ്റർ ചെയ്തു. കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അനുമതിയോടെ ED കൊച്ചി യൂണിറ്റാണ് കേസ് എടുത്തിട്ടുള്ളത്.